ഹലോ, അപ്പോൾ നമ്മളിന്ന് ചെറുനമ്പലത്തിൽ ഉത്സവം കാണാൻ പോകുന്ന കേട്ടോ. മട്ടി നമ്മൾ 7 ദിവസം പോകുന്നത് കല്യാണം അത് പോയാൽ 1 ദിവസമോ 2 ദിവസമോ പോയാലായി. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്, പോവുകയാണ്. ഇടയ്ക്ക് അപ്പോഴത്തേക്ക് നമ്മൾ കാഴ്ച കണ്ടു. അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇത്. ശ്രീ ക്ഷേത്രം വിഷുവിളക്കുന്ന ഹെൽസ് ചന്താന്ന് വെച്ചാൽ നമ്മൾ വേറെ വഴിയാണ് വന്നത്. ചന്തയാണ് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ചന്തയായിരിക്കും, അത്രക്കും ചന്തയുണ്ട്. പിന്നെ മോർണിംഗ് ചെറുതിനും കൂട്ടിയിട്ട് നടക്കാനാവുന്ന വെച്ചിട്ട് ചന്തയുടെ ഭാഗത്തൊന്നും അധികം പോയിട്ടില്ല. വിജുവിനെ കാണാത്തവർക്ക് ഇത് ആനൊന്നും വന്നില്ല കേട്ടോ. ഉത്സവം ചെയ്യാനാവില്ല. നമ്മൾ എന്തിനാ ഇതിൻ്റെ ഇത് ഉത്സവം ആന ബേക്കറി ഉള്ള വന്നില്ല. ഉത്സവം തുടങ്ങാനാവും വരാമെന്ന് വിചാരിച്ചിട്ട് ചെറുക്കേക്ക് നടക്കാൻ പോകുമ്പോൾ അവർക്ക് ദാഹിച്ചു. അവരങ്ങനെ വെള്ളം കുടിക്കാൻ വരും. ചെറുക്ക് പോയി ഒരു ഐസ്ക്രീമെല്ലാം തിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴാണ് വഴിവെക്കിൽ കമ്മൽ കണ്ടത്. കമ്മൽ കണ്ടാൽ പിന്നെ എന്താ പറയുക, അവിടെ സ്റ്റെപ്പാവും. ഇങ്ങനെ ഒരുപാട് നോക്കി. ഇപ്പുറത്തെ സൈഡ് മൊത്തം കമ്മലാണ് കേട്ടോ. അങ്ങനെയാണ് ഒന്ന് നോക്കി. അന്നേരം വീഡിയോ എടുക്കാനും തോന്നിയിട്ടില്ല. അന്നേരം വേറെ ഒന്ന് നോക്കി. അവിടെ പിന്നെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു, കമ്മൽ വാങ്ങിച്ചു. വാങ്ങിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് വിജയാടിന് പിള്ളേർ ചെറിയതൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇതാണ് ചെറുകുന്നമ്പലത്തിൻ്റെ ചിറ. വലിയ ചെറിയാണ്. മുന്നെയൊക്കെ ആന ഇവിടെ നിന്ന് പോയിക്കോ, ഇപ്പോൾ അല്ല. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അങ്ങ് ഇരുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ചോക്കോബാർ വാങ്ങിച്ച് അതും തിന്നു. നല്ല സുഖമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒറ്റക്ക് വന്നിരിക്കണം വൈകുന്നേരങ്ങളിൽ, മനസ്സിന് നല്ല ആശ്വാസം. അവൻ്റെ കുരുത്തക്കേടിന് എവിടെ പോയാലും കുരുത്തക്കേട് എന്ന് വെച്ചാൽ ഒരടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുന്ന പരിപാടിയില്ല. കീയലും കയറലും കുളത്തി വരും. പറയണ്ടേ. ഇത് കാണുമ്പോൾ വിജുവാടിന് ദേഷ്യവും വരും. അന്നേരം വാ പോയേക്കാന്ന് പറയും. നമ്മളങ്ങനെ കോളിഫ്ലവർ വാങ്ങി ഫ്രൈ പാൻ എൻ്റെ ഫേവറേറ്റാണ് അത്. അങ്ങനെ അതും വാങ്ങി നമ്മൾ എല്ലാം ആന വന്ന് നെറ്റിപ്പട്ടെല്ലാം കെട്ടി കൊടുക്കും. ഓരോ ആനക്കും 3 ആനയാണുള്ളത്. അവിടെയും നിൽക്കാൻ പറ്റുന്നില്ല, ചൂട് കൊണ്ടും ആളും. പിന്നെ ഒന്നാമത് ചെറുത് നിൽക്കുന്നില്ല, അപ്പോൾ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് വന്നില്ല, ഒന്ന് കണ്ടു അപ്പാട് പെട്ടെന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വന്നു, തിരിച്ച് വന്നു.
വാലോണ്ട് അടിക്കുന്നു, ബേക്കോട്ട് വാലോണ്ട് അടിക്കുന്നു. നിൽക്കുമ്പോൾ പേടിയാവുന്നു. എല്ലാ കൊല്ലം ഒരു ദിവസം ആന ഇളകലുണ്ട്. അയ്യോ എന്നത് അവർ പറയുന്നില്ലേ, ഇവർ നിന്നോ വാലിനെ കൊണ്ട് അടിപ്പിക്കും, വാലിനെ കൊണ്ട് അടിപ്പിക്കും. കുറച്ച് മാറി മുന്നിൽ നിന്നിട്ട് ഈ ചില്ലറക്കാര്യം ഓടൂല. പിന്നെ ആന ഓടിയ പോലെ നമുക്കെല്ലാം പേടിയാവില്ല. ആന ഓടാണ്ടിരിക്കാൻ വേണ്ടി കാല് രണ്ടും കെട്ടിയിട്ടൊക്കെ ഉണ്ടാക്കാമെങ്കിലും നമ്മൾ മടങ്ങി വേഗം വണ്ടി സ്ഥലത്തേക്ക്. പിന്നെ ഉള്ളത് നമ്മുടെ കിച്ചേരി പാലോട്ടുകാവ്. ഇതിന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് കിച്ചേരി പാലോട്ടുകാവ്. അവിടുത്തെ വെടി മൊത്തം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ വെടി. ഇവിടെയും ഒരേ ദിവസം തന്നെ ഉത്സവം, പക്ഷേങ്കിൽ അവിടുത്തെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വെടി. കിച്ചേരി പാലോട്ടുകാവ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതും കൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരുന്നത്. വീട്ടിൽ ഞാൻ എടുക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.